ഇറാനും ഇസ്രയേലും തമ്മിൽ അതിശക്തമായ ഒരു യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇറാന്റെ മേജർ ജനറൽ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ ഗുരുതരമാണ്. അദ്ദേഹം പറയുന്നത് ഏതെങ്കിലും രീതിയിൽ ഇറാനെ വീണ്ടും ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ ഇസ്രയേൽ നടത്തുന്നതായി ബോധ്യപ്പെട്ടാൽ തീർച്ചയായും ആദ്യം ആക്രമിക്കേണ്ട രാഷ്ട്രം അത് ഇറാനായിരിക്കും. ആദ്യം ഇസ്രയേലിനകത്ത് പ്രഹരമേൽപ്പിക്കേണ്ടത് ഇറാനായിരിക്കും. ഇഫ് വി ഹാവ് എനി ക്രെഡിബിൾ ഇൻഡിക്കേഷൻ ദാറ്റ് ഇസ്രയേൽ പ്രിപ്പയർസ് ടു അറ്റാക്ക് അവർ കൺട്രി അഗെയിൻ, വീണ്ടും ഇറാനെ ആക്രമിക്കാൻ ഇസ്രയേൽ തയ്യാറെടുക്കുന്നു എന്ന് വിശ്വസനീയമായ ഒരു വിവരം ലഭിച്ചു കഴിഞ്ഞാൽ വി നീഡ് ക്യാരി ഔട്ട് എ പ്രീംപ്റ്റീവ് സ്ട്രൈക്ക്, ഒരു മുൻകൂർ ആക്രമണം, ഇസ്രയേലിനെതിരെ ഒരു മുൻകൂർ ആക്രമണം നമ്മൾ നടത്തേണ്ടിയിരിക്കുന്നു. ഇഫ് വാർ ഈസ് ഇൻഎവിറ്റബിൾ വി ഷുഡ് ബി ദ വൺ ടു ഇനിഷ്യേറ്റ് ഇറ്റ് ആൻഡ് ഡീൽ ദി ഓപ്പണിംഗ് ബ്ലോ. അങ്ങനെ ഒരു യുദ്ധത്തിന്റെ സാധ്യത ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ആദ്യം ആക്രമിക്കുകയും ആദ്യം ഇസ്രയേലിന് നേരെ പ്രഹരമേൽപ്പിക്കുന്നതും ഇറാൻ തന്നെ ആയിരിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല അദ്ദേഹം വളരെ ഗുരുതരമായ മറ്റൊരു കാര്യവും കൂടെ പറയുന്നുണ്ട്. ഇനിയൊരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അതിനുശേഷം മറ്റൊരു യുദ്ധത്തിന്റെ സാധ്യത ഉണ്ടായിരിക്കില്ല എന്നാണ്. അതായത് ഈ യുദ്ധം അത്രമാത്രം പ്രഹരമേൽപ്പിക്കുന്നതായിരിക്കും. ആദ്യം ഒരു മുൻകൂർ ആക്രമണം നടത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ടതായിട്ടാണ് ഇറാൻ ഇപ്പോൾ കാണുന്നത്. കാരണം ഇസ്രയേൽ ആദ്യ സ്ട്രൈക്കുകളിലാണ് അവരുടെ ചതിപ്രയോഗങ്ങളെല്ലാം നടത്താറുള്ളത്. യുദ്ധം കണ്ടിന്യൂ ആയി കഴിഞ്ഞാൽ പിന്നെ അവരുടെ അത്തരത്തിലുള്ള ചതി നീക്കങ്ങൾ നടത്താൻ സാധിക്കാറില്ല. പക്ഷേ യുദ്ധം ആരംഭിക്കുന്ന ഘട്ടങ്ങളിൽ, അതിന്റെ തുടക്ക ഘട്ടങ്ങളിലായിരിക്കും അവരുടെ ഈ ചതിപ്രയോഗങ്ങളെല്ലാം നടത്തുക, പ്രധാനപ്പെട്ട ആളുകളെ കൊന്നുകളയുക, ഇങ്ങനെയുള്ള നീക്കങ്ങളൊക്കെ ഫസ്റ്റ് അറ്റാക്ക് ആയിരിക്കും. അതേസമയം അറ്റാക്ക് കണ്ടിന്യൂ ആയി കഴിഞ്ഞാൽ ഇസ്രയേലിന്റെ നീക്കങ്ങൾ പലപ്പോഴും പാളുന്നതാണ് നാം കണ്ടിട്ടുള്ളത്. എന്നാൽ അത്തരം ഒരു ഇസ്രയേലിന്റെ അറ്റാക്കിനെ മറികടക്കുക എന്നതാണ് തന്നെയാണ് ഇപ്പോൾ ഇറാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വല്ല രീതിയിലുമുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വിശ്വസനീയമായി ഇസ്രയേൽ ആക്രമിക്കുവാൻ ഒരുങ്ങുന്നു എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഇസ്രയേലിനെതിരെ ആക്രമണം ആരംഭിക്കുന്ന രാഷ്ട്രമായിരിക്കും ഇറാൻ എന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്. എന്നാൽ ഇനിയൊരു യുദ്ധം ഉണ്ടാകുമ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇസ്രയേലിന്റെ മൊസാദിന്റെ നിഴൽ ഭരണം ഇപ്പോൾ ഇറാനിൽ നിന്ന് ഒരു പരിധി വരെ തൂത്തെറിയാൻ ഇറാൻ സാധിച്ചിട്ടുണ്ട്. കാരണം ഏകദേശം 21,000-ഓളം മൊസാദിന്റെ ചാര ശൃംഖലയിൽപ്പെട്ട ഏതെങ്കിലും രീതിയിൽ അതുമായി ബന്ധപ്പെട്ട ആളുകളെ ഇപ്പോൾ ഇറാൻ പിടികൂടിയിട്ടുണ്ട്. മാത്രമല്ല അഫ്ഗാനികളായ പല ആളുകളെയും ബ്രിട്ടൻ, അതായത് അഫ്ഗാനിസ്ഥാനിൽ യുദ്ധം നടക്കുന്ന ഘട്ടത്തിൽ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പല സൈനികരെയും ഇറാനിലുള്ള ചാരപ്രവൃത്തിക്ക് വേണ്ടി ഇസ്രയേലും ബ്രിട്ടനും ഉപയോഗപ്പെടുത്തുന്നു എന്ന വിവരം ഇപ്പോൾ അവസാനം വരുന്നു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറാൻ ലക്ഷക്കണക്കിന് അഫ്ഗാനികളെയാണ് ഇറാനിൽ നിന്നും നാട് കടത്തിയിരിക്കുന്നത്. അവര് പല ഭാഗങ്ങളിലേക്കും നീങ്ങിയെന്നാണ് പറയപ്പെടുന്നത്. കാരണം അത്തരം ഒരു നീക്കം നടത്താൻ ഈ അഫ്ഗാനിസ്ഥാൻ വിട്ട് ഇറാനിലെത്തി എന്നറിഞ്ഞാൽ നിലവിലെ താലിബാൻ ഭരണകൂടം അവരെ വെറുതെ വിടുകയില്ല. അതുകൊണ്ട് അവർക്ക് നാട്ടിലേക്ക് കടക്കാനുള്ള സാഹചര്യവും വലിയ പ്രതിസന്ധിയാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായിരുന്നാലും ഇപ്പോൾ ഇറാൻ നേതൃത്വം താലിബാനുമായി ചർച്ച നടത്തുകയാണ്. കാരണം ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ താലിബാൻ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെ ഉപയോഗപ്പെടുത്തി ഇറാനെ ആക്രമിക്കാൻ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ അത്തരം ഒരു നീക്കത്തിലേക്ക് പോകാതിരിക്കാനായിരിക്കണം ഒരു ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ ഇറാനെതിരെ യുദ്ധം നടത്താൻ വേണ്ടിയുള്ള ഓരോ പദ്ധതികളും ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങൾക്കെല്ലാം തടസ്സം സൃഷ്ടിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ഇപ്പോൾ ഇറാനും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ മേജർ ജനറൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഞങ്ങൾ ഇസ്രായേലും ഇറാനും ഒരു യുദ്ധത്തിന്റെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. വാർ ബിറ്റ്വീൻ ഇറാൻ ആൻഡ് ഇസ്രായേൽ കുഡ് ബ്രേക്ക് ഔട്ട് അറ്റ് എനി ടൈം എന്നാൽ ഏത് സമയത്തും അങ്ങനെ ഒരു യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് വി മസ്റ്റ് ബി പ്രിപ്പയർഡ്, നമ്മൾ അതിനുവേണ്ടി തയ്യാറായിരിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറയുകയാണ്. ഇപ്പോൾ നിലവിൽ യുദ്ധമില്ലാത്ത ഒരു കരാറൊന്നും ഇസ്രായേലും ഇറാനും തമ്മിൽ ഉണ്ടായിട്ടില്ല. കേവലം വെടിനിർത്തൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തന്നെയാണ് അമേരിക്കയും ഇസ്രയേലും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേ രീതിയിൽ തന്നെ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ ഇറാനും നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ബോധ്യപ്പെടുന്നത്. ഇനിയും ഇറാനും ഇസ്രയേലും തമ്മിലുള്ള ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ഗൗരവമുള്ള വലിയൊരു യുദ്ധം തന്നെയായിരിക്കും. ആ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ ലോകത്ത് എന്തൊക്കെ രീതിയിൽ ഉണ്ടാകുമെന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. അത്രയും ഗുരുതരമായിരിക്കും.